നമ്മൾ എല്ലാവരും ജീവിതത്തിൽ സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? രാപ്പകലില്ലാതെ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ സാമ്പത്തിക വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ പലപ്പോഴും ഫലം എന്താണ്? ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ പണം നമ്മുടെ കയ്യിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും കടം തീരുന്നില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല, ഞാൻ പറയുന്നത് ലോക പ്രശസ്തനായ സാമ്പത്തിക ഗുരുവായ ബോബ് പ്രോക്ടർ പറയുന്ന ചില കാര്യങ്ങളാണ്. ബോബ് പ്രോക്ടർ നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, പലരുടെയും ഒരു ധാരണയെന്ന് പറയുന്നത് കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്നാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനമല്ല, പകരം നിങ്ങളുടെ മനസ്സിലെ ഒരു പ്രോഗ്രാം ആണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹം ഇതിനെ പാരഡൈം എന്നാണ് വിളിച്ചിരുന്നത്. എത്ര പേർക്ക് ഈ ഒരു പാരഡൈമിനെ കുറിച്ച് അറിയാം? ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കുന്ന ആ ഒരു വലിയ രഹസ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ് നിങ്ങളോട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന ഒരു നിമിഷം കൂടെയാണ് ഇതെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുവോ അതനുസരിച്ച് ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുട്ടിക്കാലം മുതൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ചില വിശ്വാസങ്ങളുണ്ട്. അതായത്, പണം തിന്മയാണ്, പണക്കാർ കള്ളന്മാരാണ്, നമുക്കൊന്നും അത്ര പണം കിട്ടില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ കിടപ്പുണ്ട്. ഇതാണ് നിങ്ങളുടെ പാരഡൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരഡൈം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വരുമാനത്തിന് ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എത്ര അവസരങ്ങൾ വന്നാലും നിങ്ങളുടെ ഈ പഴയ ചിന്താഗതി നിങ്ങളെ പിന്നോട്ട് വലിക്കും. ഒരു തെർമോസ്റ്റാറ്റ് പോലെ ഇത് നിങ്ങളുടെ വരുമാനത്തെ ഒരു പ്രത്യേക ലെവലിൽ തന്നെ നിർത്തുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഉള്ളിലെ ഈ പ്രോഗ്രാം മാറാതെ പുറമെ എത്ര മാറ്റം വരുത്തിയാലും കാര്യമില്ല. ഇനി എങ്ങനെയാണ് ഈ പഴയ പ്രോഗ്രാം മാറ്റി പുതിയൊരു സാമ്പത്തിക വിജയം നേടിയെടുക്കുന്നത്? ബോബ് പ്രോക്ടർ പഠിപ്പിച്ച 3 പ്രധാന വഴികൾ നമുക്കൊന്ന് നോക്കിയാലോ? അതായത്, പുതിയൊരു സെൽഫ് ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് എ ന്യൂ ഇമേജ്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾ ഇപ്പോൾ കടത്തിലാണെങ്കിൽ പോലും ആ കടമെല്ലാം തീർന്ന് സമാധാനമായി ഇരിക്കുന്ന നിങ്ങളുടെ ഒരു ചിത്രം മനസ്സിൽ കാണുക. പണം സുഗമമായി നിങ്ങളിലേക്ക് വരുന്നത് സങ്കല്പിക്കുക. ഇത് വെറുതെ കാണുകയല്ല, ആ അവസ്ഥയിൽ നിങ്ങൾ എത്ര സന്തോഷവതിയായിരിക്കും അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കും എന്ന് അനുഭവിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. അതായത്, ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിച്ചു തുടങ്ങുന്നത്. പ്രോക്ടർ എപ്പോഴും പറയുന്ന ആ ഒരു മന്ത്രം നമുക്കൊന്ന് ഒന്നിച്ച് ചൊല്ലിയാലോ? എന്നോടൊപ്പം ഇത് നിങ്ങൾ ആവർത്തിക്കുക. I am so happy and grateful now that money comes to me in increasing quantities through multiple sources on a continuous basis. ഒന്നുകൂടി പറയാം. I am so happy and grateful now that money comes to me in increasing quantities through multiple sources on a continuous basis. അതായത്, പല വഴികളിലൂടെ തുടർച്ചയായി കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വന്നു ചേരുന്നതിനാൽ ഞാൻ ഇപ്പോൾ അതീവ സന്തുഷ്ടനും കൃതജ്ഞതയുള്ളവനും ആണ്. അല്ലെങ്കിൽ, പല വഴികളിലൂടെ തുടർച്ചയായി കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വരുന്നതിനാൽ ഞാൻ ഇപ്പോൾ അതീവ സന്തുഷ്ടയും കൃതജ്ഞതയുള്ളവളുമാണ്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ആവർത്തിക്കുക.
ഇത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും 21 തവണ ഉറക്കെ പറയുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുതി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾ ഒരു പേപ്പറിലേക്ക് എഴുതുക. എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട് എന്ന് പ്രസന്റ് ടെൻസിൽ എഴുതി അത് എപ്പോഴും കാണുന്ന ഒരിടത്ത് നിങ്ങൾ വെക്കുക. അതായത് നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. ഇത് എപ്പോഴും നിങ്ങൾ കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മുറിയിലോ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഇടം എവിടെയാണോ അവിടേക്ക് നിങ്ങൾ ഇതിനെ പ്ലേസ് ചെയ്യുക എന്ന്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് പണത്തോടുള്ള നമ്മുടെ മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പണം കൊടുക്കുമ്പോൾ വിഷമത്തോടെയാണ് കൊടുക്കുന്നത്. പണം പോയി എന്ന ചിന്തയാണ് അപ്പോൾ നമുക്കുണ്ടാകുന്നത്. എന്നാൽ ബോബ് പ്രോക്ടർ പറയുന്നത് നിങ്ങൾ പണം ചെലവാക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നു എന്നും അതിൻ്റെ ഇരട്ടി പണം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നും വിശ്വസിക്കാനാണ്. പണത്തെ സ്നേഹത്തോടെയും നന്ദിയോടെയും കാണുക. എന്തുകൊണ്ടാണിങ്ങനെ? കാരണം എന്തിനോടാണോ നമ്മൾ നന്ദി കാണിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പാരഡൈം മാറ്റുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് ഇതിനെ എതിർത്തേക്കാം. പക്ഷേ അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ഇത് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. പണം വരാനുള്ള വഴികൾ തനിയെ തെളിഞ്ഞു വരികയും ചെയ്യും. നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ബ്രെയിനിലുള്ള റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആക്റ്റീവ് ആകുകയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെടുകയും നമ്മൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും. പണം നമ്മളിലേക്ക് വരും. ഇതാണ് ബോബ് പ്രോക്ടർ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ 777 അല്ലെങ്കിൽ ഐ ആം റെഡി ടു റിസീവ് എന്ന് കമൻറ്റ് ചെയ്യുക. എന്തിനാണ് 777 എന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് നിങ്ങളോട്? ആത്മീയതയിലും ന്യൂമറോളജിയിലും 777 എന്നത് വളരെ ശക്തവും പോസിറ്റീവുമായിട്ടുള്ള ഒരു നമ്പറാണ്. ഇതിനെ സാധാരണയായിട്ട് ഒരു ഏഞ്ചൽ നമ്പറായിട്ടാണ് പലരും കാണുന്നത്. അതായത് ഈ ഒരു നമ്പർ ശരിയായ പാതയിലാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നും പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവിക ശക്തികൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടും എന്നുമാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 777 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം നമ്മുടെ ലൈഫിലും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 777 എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അതുമല്ലെങ്കിൽ ഐ റിസീവ്ഡ് എന്നും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം അവരുടെ ജീവിതത്തിലും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റി അവരാഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഇതിലെ പ്രാക്ടീസുകൾ ചെയ്യുന്നത് വഴി കാരണമാകും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു നല്ല സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് പറയുന്നു.